6 മാസം തൊട്ട് 3 വയസ്സിൻ്റെ ഉള്ളിൽ എല്ലാ പാൽപ്പല്ലും വരും. ഓക്കെ. ആ പാൽപ്പല്ല് സാധാരണ ഒരു 9 വയസ്സ് 10 വയസ്സ് വരെ നിൽക്കേണ്ട പല്ലുകളാണ്. ഇപ്പം അതിൻ്റെ ഏറ്റവും ആദ്യം പെർമനൻറ്റ് ടീത്ത് വരുന്നത് 6 വയസ്സിലാണ്, 6 to 7 ഇയേഴ്സ്. ഓക്കെ. അത് സാധാരണ വരുന്ന സെൻട്രൽ ഇൻസൈസസ് അല്ലെങ്കിൽ ഫസ്റ്റ് മോളാർ എന്ന് പറയും. ഓക്കെ. ഫസ്റ്റ് പെർമനൻറ്റ് മോളാർ. ഇത് രണ്ടും 6 വയസ്സിൽ വരും. അങ്ങനെ വന്ന് 13 വയസ്സിനുള്ളിൽ എല്ലാ പല്ലുകളും അല്ലെങ്കിൽ 14 വയസ്സിനുള്ളിൽ പല്ലുകൾ പെർമനൻറ്റ് പല്ലുകൾ വരും. ഈ പെർമനൻറ്റ് പല്ലുകൾ വരുന്നത് ഈ പാൽപ്പല്ലിൻ്റെ പൊസിഷനിലാണ്. അപ്പോൾ പാൽപ്പല്ല് പോയാലേ ഈ പെർമനൻറ്റ് ടൂത്തിന് അവിടെ ഇറപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു 8 വയസ്സ് 9 വയസ്സാകുമ്പോൾ ഒരു OPG എന്നുള്ള റേഡിയോഗ്രാഫ് ഉണ്ട്. അതായത് ഇവിടെ നിന്ന് വരെയുള്ള എല്ലാ പല്ലിൻ്റെയും ഒരു സിംഗിൾ റേഡിയോഗ്രാഫിൽ കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് കാണാം ഓരോ പല്ല് വരുന്നത് എവിടെയാണ്, പറിക്കാറായോ. എന്നിട്ട് നമ്മൾ ആ എക്സ്റേയിൽ മാർക്ക് ചെയ്തിട്ട് പേഷ്യൻറ്റ് കൊടുക്കും. എന്നിട്ട് പറയും ഈ പല്ല് 6 മാസം കഴിഞ്ഞിട്ട് പറിക്കണം, ഈ പല്ല് ഒരു 3 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് പറിക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ പല്ലും എവിടെയാണ് പറിക്കേണ്ടത്, എപ്പോഴാണ് പറിക്കേണ്ടതെന്ന് അറിയാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഉള്ളത് വേറൊരു ട്രെൻഡ് ഇപ്പോൾ ഉള്ളതാണ് സ്റ്റെം സെൽസ്. ഇപ്പോൾ ഈ പല്ല് പറക്കൽ നമ്മളൊരു ഇപ്പോൾ മുന്നിലത്തെ ഒരു പല്ലിൻ്റെ റേഡിയോഗ്രാഫ് എടുത്തു. അപ്പോൾ അതിൽ കാണുമ്പോൾ ഒരു 30 to 40% ഓഫ് ദ പല്ലേ പോയിട്ടുള്ളൂ, കുറച്ച് റൂട്ട് ബാക്കിയുണ്ട്. കൊച്ചിനൊരു 6 വയസ്സായി. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ പല്ല് കുറച്ച് നേരത്തെ പറിക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് ടിഷ്യൂവിനെ നമ്മൾ ലബോറട്ടറിയിലേക്ക് അയച്ചാൽ നമ്മുടെ സ്റ്റെം സെൽസ് ആയിട്ട് അത് ഉപയോഗിക്കാൻ പാവില്ല. ഈ പല്ലിൻ്റെ ഉള്ള ഒരു അൺഡിഫറൻഷ്യേറ്റഡ് മീസെൻകൈമൽ സ്റ്റെം സെൽസ് കൊണ്ടൊരു സാധനമുണ്ട്. അപ്പോൾ അതാണ് ഈ പൾപ്പിലുള്ളത്. ഇപ്പം നമുക്ക് സാധാരണ മുമ്പൊക്കെ ചെയ്തിരുന്നാൽ ഇപ്പോഴും ചെയ്യുന്നിരുന്നത് ഒരു ഡെലിവറിയുടെ സമയത്ത് നമ്മൾ കോഡിൻ്റെ ഉള്ളിൽ നിന്ന് ബ്ലഡ് എടുത്ത് വയ്ക്കും. അത് ഹെമറ്റോപോയറ്റിക് സെൽസാണ്. അതായത് ബ്ലഡ് റിലേറ്റഡ് ഡിസീസ് മുഴുവനും അതിനെ വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അപ്പോൾ കോഡും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ കോഡിൽ പക്ഷേ ക്വാണ്ടിറ്റി ഓഫ് മീസെൻകൈമൽ സ്റ്റെം സെൽസ് കുറവാണ്. ഇപ്പോൾ മീസെൻകൈമൽ സ്റ്റെം സെൽസ് കിട്ടിയാലേ നമുക്ക് വേറെ ഓർഗൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പല്ലിനെ നേരത്തെ പറിച്ചാൽ നമ്മൾ ഒരു പല്ലിനെ പുറത്തേക്ക് എടുത്തു, ആ പല്ലിനെ പുറത്തേക്ക് എടുത്തിട്ട് ഇത് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ട് ഈ സ്റ്റെം സെൽസ് സേവ് ചെയ്ത് വെച്ചാൽ ഭാവിയിൽ നമുക്ക് കിഡ്നി പ്രോബ്ലം, ലിവർ പ്രോബ്ലം, എല്ലാ പ്രോബ്ലംസിനും അതിനൊരു ഇതിൽ നിന്ന് സ്റ്റെം സെൽസ് എടുത്തിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പല്ലിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പല്ലിലത്തെ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റെം സെൽസ് ബാക്കിയുള്ള പാർട്സിനേക്കാളും കൂടുതൽ കിട്ടും. ഇപ്പോൾ ഒരു പല്ലിൻ്റെ പൾപ്പ് എടുത്താൽ അതിൻ്റെ 20 to 30% സ്റ്റെം സെൽസാണ്. ആൻഡ് സ്റ്റെം സെൽസ് ക്യാൻ മൾട്ടിപ്ലൈ ഇൻ 24 hours. അപ്പോൾ സാധാരണ സേവ് എനി ആപ്ലിക്കേഷൻ മിനിമം ഒരു 1 to 3 മില്യൺ ആപ്ലിക്കേഷൻ വേണം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സേവ് ചെയ്ത് വെക്കാം. ഇപ്പോൾ കുറേ ആൾക്കാർ അതിന് വേണ്ടിയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റെം സെൽസ് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ 3 സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും. സോ ദാറ്റ് ഒരു സ്ഥലത്ത് ഡാമേജ് വന്നാലും നമ്മുടെ സ്റ്റെം സെൽസ് മറ്റൊടത്തുണ്ടാവും. ഈ സ്റ്റെം സെൽസിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇന്ത്യൻ റൂളിൽ വെച്ചിട്ട് നോക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 21 വയസ്സ് വരെ ഒരു അവർ പറഞ്ഞ 21 ഒരു കുട്ടിയുടെ പല്ല് പറിച്ചാൽ 21ാം വയസ്സിൽ ഹി ബിക്കംസ് എൻ അഡൽട്ട് ആൻഡ് ദെൻ ഹി ഹാസ് ടു ഡിസൈഡ് വെദർ ഹിസ് സ്റ്റെം സെൽസ് ഹാസ് ടു ബി കെപ്റ്റ് അഗെയിൻ. So can an adult get a stem cells from ചെയ്യാൻ പറ്റും. അഡൽട്ടിൻ്റെ ലാസ്റ്റ് മോളാസ് പറിക്കില്ലേ, തേർഡ് മോളാസ് പറിക്കണമെന്ന് എടുക്കാം. പിന്നെ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പല്ലുകൾ പറിക്കും. ഇപ്പോൾ ക്ലിപ്പിടാൻ വേണ്ടിയിട്ട് 4 പല്ലുകൾ പറിക്കും, അതിൻ്റെ ഉള്ളിൽ നിന്നും കിട്ടും. പക്ഷേ ആസ് യു ഗ്രോ ഓൾഡർ ദ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റെം സെൽസ് ദറ്റ് യു ഗെറ്റ് കുറയും. അപ്പോൾ ചെറുപ്പത്തിൽ പറിച്ചാൽ ഈ ഇപ്പോൾ നമ്മൾ ഇത് ഏതായാലും പറിച്ച് കളയണ പല്ല, അതിനെടുത്ത് വെച്ച് സൂക്ഷിച്ച് അതിന് ലബോറട്ടറിയിൽ കൊടുത്തിട്ട് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കുറേ പേര് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫാന്റാസ്റ്റിക് റിസൾട്ട്സ്. No, I think you have given some really new information about stem cell therapy.